കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാർ രാജ്യത്തുണ്ടാക്കിയ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ തീരില്ല. ജനങ്ങൾ കൊടുത്ത അവസരം ജനങ്ങൾക്ക് വേണ്ടി തന്നെ വിനിയോഗിച്ച സർക്കാരാണ് മോദി സർക്കാർ. അതുകൊണ്ട് തന്നെ ഒരു 100 വർഷം മോദി സർക്കാരിന് ജനങ്ങൾ ഇനിയും കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ മികവുറ്റ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും ഊന്നിപ്പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുരുക്ഷേത്രയിൽ BJPയുടെ പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യുന്ന വേളയിലാണ് അദ്ദേഹം ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വാചാലനായത്. ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദശകത്തിൽ നേടിയ വികസനത്തിന് ഹരിയാന സാക്ഷ്യം വഹിച്ചുവെന്നും യോഗി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹൈവേകളുടെ നിർമ്മാണം, റെയിൽവേയുടെ പുരോഗതി, പുതിയ മേൽപ്പാലങ്ങൾ, വ്യാവസായിക മേഖലയുടെ വളർച്ച, യുവാക്കൾക്ക് തൊഴിൽ ലഭിച്ചതെല്ലാം കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിന്റെയും സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മഹിഷാസുരന്മാർക്ക് ജഗത് ജനനി മാ ഭഗവതി പോലെയാണ് ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് സംഘങ്ങളെ സർക്കാർ ഒരു കാരണവശാലും വെറുതെ വിടില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെയും മുഖ്യമന്ത്രി പരാമർശിച്ചു. മറ്റൊരു ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ശക്തിയുടെ തെളിവാണ് അയോധ്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ ഒരിക്കൽ യുദ്ധക്ഷേത്രമായിരുന്നെങ്കിലും ധർമ്മക്ഷേത്രമായി മാറിയ ലോകത്തിലെ ആദ്യത്തെ സ്ഥലമാണ് കുരുക്ഷേത്ര. മഹാഭാരതം ഇവിടെ നടന്നതുകൊണ്ടാണ് ഇത് കുരുക്ഷേത്രമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയണമെങ്കിൽ ഒന്ന് പുറകോട്ട് നോക്കണം. 2014 ആദ്യമായി അധികാരത്തിലെത്തിയപ്പോൾ അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടാണ് മോദി തന്റെ ഭരണം തുടങ്ങിയത്. 2019 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തി 60 ദിവസങ്ങൾക്കുള്ളിലാണ് മുത്തലാഖ് നിരോധിക്കുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും UAPA എന്ന വിവാദ നിയമം കൊണ്ടുവരുന്നതുമൊക്കെ ആ 100 ദിവസങ്ങൾക്കുള്ളിലാണ്. 10 പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ച് 4 മാറ്റിയതും മോദി അധികാരമേറ്റ് 2 മാസത്തിനുള്ളിലാണ്. കിട്ടാക്കടം കുറയ്ക്കാനും മൂലധനം മെച്ചപ്പെടുത്താനും ബാങ്കിംഗ് രംഗത്തെ ഏറ്റവും വലിയ പരിഷ്കാരമായിരുന്നു ഇത്. ഇങ്ങനെ സുപ്രധാന ചുവടുവെപ്പുകളാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയത്. കൂടാതെ ഈ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഇന്ത്യയുടെ ആഗോളതലത്തിൽ വൻ ശക്തിയായി ഉയരുന്നതിനായി മോദി സർക്കാർ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. അതേസമയം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റത് 2024 ജൂൺ 9-നായിരുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ആവാസ് യോജന പദ്ധതി വിപുലീകരിക്കുകയും 3 കോടി കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന പദ്ധതിയായി അത് മാറ്റുകയും ചെയ്തു. പരീക്ഷാ ക്രമക്കേടുകൾ കണ്ടെത്താൻ നിയമനിർമ്മാണം നടപ്പിലാക്കുകയും ജൂൺ 21-ന് പൊതുപരീക്ഷാ നിയമം കൊണ്ടുവരികയും ചെയ്തു. ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് 1 കോടി രൂപയും 10 വർഷം കഠിന തടവും ഉൾപ്പെടുത്തിയാണ് നിയമനിർമ്മാണം നടപ്പിലാക്കിയത്. അതിന്റെ തുടർച്ചയായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 തുടങ്ങിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ 2024 ജൂലൈ 1-ന് പ്രാബല്യത്തിലാക്കി. ഇങ്ങനെ എണ്ണിപ്പറയാനാണെങ്കിൽ ഒരുപാട് പദ്ധതികളുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.